നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുങ്കുമപ്പൂവിനെയാണ്. അലരി, കുങ്കുമക്കള്ളി എന്നെല്ലാം മലയാളത്തിൽ വിളിക്കപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്ലുമേറിയ റുബ്ര എന്നാണ്. അപ്പോസൈനേസിയ ഫാമിലിയിലാണ് ഈ സസ്യം ഉൾപ്പെടുന്നത്. ഇന്ത്യ മുഴുവനും പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്തുന്ന ഒരു സസ്യമാണിത്. മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക, കൊളംബിയ എന്നിവിടങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. ഏകദേശം 7 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇലപൊഴിക്കുന്ന ഒരു ഇടത്തരം വൃക്ഷമാണിത്. ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് വിവരിച്ചിട്ടുള്ള ചുരുക്കം ചില ചെടികളിൽപ്പെട്ട ഒന്നാണ് ഈ കുങ്കുമപ്പൂവ്. ധാരാളം ശാഖോപശാഖകളോടെ കാണപ്പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ തടി നല്ല ബലമുള്ളതാണ്. എന്നാൽ ചെറുശാഖകൾ പെട്ടെന്ന് ഒടിയുന്നതുമാണ്. ഈ ഒടിഞ്ഞ ഭാഗത്തു നിന്നും പാല് പോലുള്ള നീരൊഴുകുന്നു. ഇത് തൊലിയിൽ തൊട്ടാൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് ചാരനിറമാണ്. ഏകദേശം 30 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന ഇതിൻ്റെ ഇലകൾക്ക് മുകൾ ഭാഗത്ത് കടും പച്ച നിറവും താഴെ ഭാഗത്ത് ഇളം പച്ച നിറവുമാണ്. ഇതിലെ സിരാഞരമ്പുകൾ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണപ്പെടുന്നു. ഒന്നിടവിട്ടാണ് ഇതിൻ്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഇലകൾ ശാഖാഗ്രത്ത് സംയുക്തമായാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഇതിൻ്റെ സവിശേഷതയാണ്. ശാഖാഗ്രത്ത് കുലകളിൽ കാണപ്പെടുന്ന പൂക്കൾ വളരെ സുഗന്ധമുള്ളവയാണ്. വെള്ള നിറത്തിലോ മജന്ത നിറത്തിലോ ആണ് പൂക്കൾ കാണപ്പെടുന്നത്. 5 ദളങ്ങളാണ് പൂക്കൾക്കുള്ളത്. പൂക്കളുടെ മധ്യഭാഗത്ത് ഇളം മഞ്ഞ നിറമാണ്. വേനൽക്കാലത്താണ് ഇത് സാധാരണയായി പൂക്കുന്നത്. ഏകദേശം 17 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന തൂങ്ങിക്കിടക്കുന്ന ഫലത്തിൽ 20 മുതൽ 60 വരെ വിത്തുകൾ ക്രമമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ വേര്, തൊലി, ഇല, പാൽ എന്നിവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ധാരാളം ആസിഡുകളും ടാനിനും അന്നജവും ഇതിലടങ്ങിയിരിക്കുന്നു. കുങ്കുമപ്പൂവിൻ്റേത് കഷായ രസമാണ്. ഇത് ദീപനമാണ്. പനി, അതിസാരം തുടങ്ങിയ രോഗങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കുങ്കുമപ്പൂവ് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മഞ്ഞയും വെളുപ്പും ചുവപ്പും ഒക്കെ കൂടി കലർന്ന നല്ല ഭംഗിയുള്ള പൂവാണ്. നമ്മുടെ കേരളീയത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, അതായത് ഈ ഗ്രാമക്ഷേത്രത്തോടനുബന്ധിച്ച് കൃഷിയോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു ദൈവികമായ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കുങ്കുമം എന്ന് പറയുന്നത്. ഈ കുങ്കുമച്ചെടി അവിടെ ഒരു തറ കെട്ടിയിട്ട് എന്തെങ്കിലും കല്ല് വെച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടെ ഉണ്ട്. അത് ഈ ഒരു ദൈവികമായ സങ്കല്പത്തിൽ ഈ പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. അതായത് വൈറൽ ഡിസീസ്, ഈ ചിക്കൻ ബോക്സ്, മീസൽസ്, അതിനെല്ലാം തടുക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അതാണ് ഈ കുങ്കുമത്തിൻ്റെ ആ കാറ്റ് ഏറ്റാൽ തന്നെ ഈ വൈറസ് ശമിക്കും. ഇതിൻ്റെ പൂവെടുത്ത് വെള്ളം തിളപ്പിച്ച് മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മീസൽസിൻ്റെ ചുവപ്പും ഇതൊക്കെ പെട്ടെന്ന് കുറയും. പിന്നെ ഇതിന് ഈ അതിനെ തുടർന്നാവുന്ന പനിക്ക് നല്ലതാണ്. മേല് വേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് മേലെ കഴുകി കഴിഞ്ഞാൽ വേദന കുറയും. ഇത് വൈറൽ ഡിസീസിനാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഔഷധം. ഇതിൻ്റെ അത് അടിക്കുന്ന കാറ്റിന് തന്നെ ഈ വൈറസിനെ കുറയ്ക്കാൻ, ഇനി വൈറസിനെ ഇല്ലാണ്ടാക്കാനുള്ള ഔഷധ മൂല്യം ഈ കുങ്കുമപ്പൂവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പറയുമ്പോഴുള്ള ഈ കുങ്കുമപ്പൂവിനോടനുബന്ധിച്ചുള്ള കുങ്കുമത്തറകൾ കെട്ടി സംരക്ഷിച്ചാൽ വേനൽക്കാലത്തുണ്ടാകുന്ന ഈ വൈറൽ ഡിസീസിനെ നമുക്ക് ഒഴിവാക്കാം.